ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് JK Motor World ഗൈസ്. കുറേ നാളായി ഗൈസ് നമ്മൾ കണ്ടിട്ട്. ഞാൻ 8 മാസത്തെ ഒരു വീഡിയോ നമ്മളെ ചാനലിട്ടിട്ട്. സോ ഇന്ന് നമ്മുടെ അടുത്തുള്ളത് RR 310 ആണ് ഗൈസ്, 2021 മോഡൽ. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് സെക്കൻഡ്സ് എടുത്ത വണ്ടിയാണ് കേട്ടോ. 1 വീക്ക് ആവത്തേ ഉള്ളൂ കേട്ടോ ഒരു വണ്ടി ഇപ്പം അവൻ്റെ കയ്യിൽ വന്നിട്ട്. അപ്പം ഞാൻ ഓർത്തു ഇതിൻ്റെ ഒരു റിവ്യൂ നമുക്കൊന്ന് സെറ്റാക്കാമെന്ന്. കാരണം നമ്മളെ ചാനൽ കുറേ നാളുകൊണ്ട് ഒരു വീഡിയോ ഇടാതെ ഇങ്ങനെ പൊടി പിടിച്ചിങ്ങനെ കിടക്കുവാണ്. അന്ന് പൊടിയൊക്കെ തട്ടിയൊന്ന് എടുക്കാമെന്ന് കരുതി. സോ ലെറ്റ്സ് റോൾ ഓൺ ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഇത് ഒരു 312cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ലിക്വിഡ് കൂൾ എഞ്ചിനാണ് സാധനം. അപാര സാധനമാണ്, വേറെ ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോഡറായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഗൈസ് ഇതിൻ്റെ അകത്ത് TVS കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ്സാണ് രണ്ടും. ഏത് പട്ടിയുടെ കുറയ്ക്കണം, 2 പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഒന്ന് ഹൈ ബീമും ഒന്ന് ലോ ബീമിനുമായിട്ട്. കിഡിലും ലൈറ്റാണ്. അപ്പുറത്ത് വരുന്നവൻ്റെ കണ്ണടിച്ച് പോകണ വിധത്തിലാണ് TVS ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഹൈ ബീം ഇടേ ചെയ്യരുത്, റെക്കമെൻഡബിളേ അല്ല. അപ്പം ഫ്രണ്ടിൽ USD ആണ് കൊടുത്തേക്കുന്നത്, ഒരു ഗോൾഡൻ USD കൊടുക്കുന്നുണ്ട്. ഈ കളറ് നിങ്ങൾ പറയണം ഗൈസ്, ഇത് എങ്ങനെ ഉണ്ട് ഈ കളറ്. എനിക്ക് പേഴ്സണലി എനിക്ക് റെഡിനോടാണ് എല്ലാ വണ്ടികൾക്കും, റെഡിനോടാണ് എനിക്ക് താല്പര്യം. റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ എല്ലാ വണ്ടിക്കും, കാറായാലും ബൈക്കായാലും ഏത് വണ്ടിക്കായാലും റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ എപ്പോഴും ഒരു സെസ്കി ലുക്കാണ് ഇട്ടാൽ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ പറയാം ഇതിൻ്റെ കളറ്, ഈ കളേഴ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പറയാം. പിന്നെ ഇതിൻ്റെ പുതിയ വേർഷനായിട്ടുള്ള RR 310 ഇഷ്ടം മാതിരി ഫീച്ചേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഇതേ ഓൾറെഡി ഫീച്ചർ ലോഡായിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൈഡ് വിംഗ്ലെറ്റ്, ഇവിടെയൊക്കെ സൈഡ് വിംഗ്ലെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യവും കൂടെയാണ്. പിന്നെ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അപ്പാച്ചെ RR 310 എന്ന് പറയുന്ന ബാഡ്ജിയും കാണാം. ഒരുപാട് TVS എന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് TVS ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ കുതിര TVS സൂചിപ്പിക്കുന്നു, സീറ്റിൻ്റെ അവിടെ TVS റേസിങ് അങ്ങനെ കുറേ എടുത്ത് TVS എന്നുള്ള ബാഡ്ജിങ് ഫ്രണ്ടിൽ ഞാൻ അവിടെ കണ്ട്. ഇവിടെ ഒരു ലോഗോ ഉണ്ട്. അങ്ങനെ ഒരുപാട് ബാഡ്ജിങ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് എക്സോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടൊരു എക്സോസ്റ്റ് സൗണ്ടാണ്. അതായത് ഇനിഷ്യലിൽ അത്യാവശ്യം നോർമലായിട്ടൊരു പാവം വണ്ടി എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. പക്ഷെ ഒരു 6000 RPM കഴിയണം ഇതിൻ്റെ ശബ്ദം ഒന്ന്, ആ ഒരു ഗ്രണ്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനിയും പവർ കയറ്റി എന്നുള്ളൊരു ഫീലിംഗാണ് കേട്ടോ വണ്ടി കൊടുക്കുന്നത്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ആണ്. മറ്റേ വെള്ളം തങ്ങി നിൽക്കാത്തൊരു സീറ്റാണ് കേട്ടോ. അപ്പം മഴയത്തൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ തൂത്ത് കളയേണ്ട ആ ഒരു അവസ്ഥ വരില്ല. അത് തന്നെ വെള്ളം ഓൾറെഡി അങ്ങ് ഡ്രൈ അപ്പായി പൊക്കോളും. പിന്നെ ഫ്രണ്ട് സീറ്റ് സപ്പോർട്ട് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, ഓക്കെ എന്നുള്ളൊരു ആവറേജ് സീറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നിയിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊന്നുമല്ല. പിന്നെ ബാക്ക് സീറ്റ് നോക്കുവാണെങ്കിൽ ഈ ചെറിയ നിതംബങ്ങൾ ഉള്ള ആളാണെങ്കിൽ സുഖമായിട്ട് കയറിയിരിക്കാം. അത്യാവശ്യം വലുതൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ പുറത്ത് കിടക്കും കേട്ടോ. അപ്പം അത് ചെറിയൊരു ഇതാണ്. അത്യാവശ്യം തടിയുള്ള ആൾക്കാരെ ഒന്നും ബാക്കിലിട്ട് കയറ്റാൻ പറ്റത്തില്ല. പിന്നെ ബാക്ക് നോക്കുവാണെങ്കിൽ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. LED എന്താ പറയുക ഇതിന്, വിയോ അങ്ങനത്തെ ഒരു ഷേപ്പിലുള്ളൊരു LED ആണ് കേട്ടോ. ഇത് ജസ്റ്റ് എപ്പോഴും ഓണായി കിടക്കുന്നൊരു LED ആണ്. ഇത് ബ്രേക്ക് ലൈറ്റിൻ്റെ ലൈറ്റാണ്. പിന്നെ LED ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് പിന്നീട് എനിക്ക് ഒരു ബോറായി എന്ന് തോന്നുന്നത് ഈ ഒരു ഹഗ്ഗറാണ് കേട്ടോ. ഇത് വണ്ടി എടുത്ത് ഉടനെ ആൾക്കാരെടുത്ത് കളയണം, അല്ലെങ്കിൽ എടുത്ത് കളയുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, നല്ല പർപ്പസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു ബാക്ക് നോക്കുമ്പോൾ ഒരു എന്തോ ഒരു അരോചകമായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ പവറിലും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഗൈസ് 38 PS ഓഫ് പവറും 29 Nm ഓഫ് ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇഷ്ടംപോലെ റൈഡിങ് മോഡ്സുകളുണ്ട് കേട്ടോ. അർബൻ, സ്പോർട്സ്, അങ്ങനെ ട്രാക്ക്, റെയിനി, അങ്ങനത്തെ 4 മോഡ്സാണുള്ളത്. അപ്പം 4 മോഡ്സിലും ഡിഫറെൻറ്റ് പവേഴ്സാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പം ആദ്യമായിട്ടൊരു ബിഗിനറാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അവർ അർബൻ ഇട്ട് ഓട്ടിക്കുന്നത് ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ കൈയെടുത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു ഫീലാണ് ഇതിനകത്ത് കിട്ടുന്നത്. സോ
പിന്നെ മിറേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ല സ്റ്റേബിളായിട്ടുള്ള മിറേഴ്സാണ് കേട്ടോ. അത്യാവശ്യം 70-80 ഒക്കെ പോകുമ്പം അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ള മിറേഴ്സാണ്, അനങ്ങാതെയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ വൈസർ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു വൈസറാണ് കേട്ടോ. അത്യാവശ്യം ടക്കിങ് ചെയ്തൊക്കെ ഇരുന്നാണ് ഓട്ടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് വിൻഡ് ബ്ലാസ്റ്റ് ഒന്നും അങ്ങനെ അടിക്കത്തില്ല. എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പം ഞാൻ കാണിച്ചു തരാം ഓണാക്കുന്നത് എങ്ങനെയാണെന്ന്. യെസ്, ഇതാണ് കേട്ടോ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതിപ്പം ഇപ്പോൾ അർബൻ മോഡിലാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. അർബൻ മോഡിലാണ് കിടക്കുന്നത്. അർബൻ മോഡിൽ വേറൊരു രീതിക്ക് ഇത് കാണിക്കും ബാക്ക്ഗ്രൗണ്ട്. സ്പോർട്സ് ആണെങ്കിൽ വേറെ രീതിക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അർബൻ, ഇതിപ്പോൾ റെയിനായി, ഇതിപ്പോൾ സ്പോർട്സായി, ട്രാക്കായി. ട്രാക്കാണ് ഏറ്റവും പവർ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് തരുന്ന ഒരു മോഡാണ് ട്രാക്ക്. ഇവിടെ നമ്മളെ റോഡ്സിലൊക്കെ ട്രാക്കൊക്കെ ഇട്ട് ഓട്ടിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ട്രാൻസ്ഫോമറിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇപ്പം അർബൻ മോഡ് ഇട്ട് കാണിച്ചു തരാം ഞാൻ. സ്പോർട്സ് മോഡ് ഇട്ട് നമുക്കൊന്ന് വണ്ടി ഓട്ടിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ കാണിക്കാൻ വിട്ടു കേട്ടോ, ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. നമുക്ക് ഇനിഷ്യലി എക്സോസ്റ്റ് നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഇനിഷ്യൽ എക്സോസ്റ്റ് നോട്ട് വരുന്നത്. ഇനി നമുക്ക് കൈ ഒന്ന് കൊടുത്തിട്ട് എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കാം. അല്ല 2000, 2500, 3000 RPMലൊന്നും ഭയങ്കര നമുക്ക് വലിയൊരു സ്പോർട്സ് ബൈക്കിൻ്റെ ഇത് കിട്ടത്തില്ല കേട്ടോ. അത്യാവശ്യം കൈ കൊടുക്കുമ്പോൾ കണ്ടില്ലേ, അത് 10,000-ത്തിലൊക്കെ അത്യാവശ്യം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് റോൾ ഓൺ ഗൈസ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ പിടിച്ച് വെക്കും. ഓക്കെ, സോ ഗൈസ് അങ്ങനെ നമ്മൾ ഹൈവേ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കാതെ സാധാരണ നോർമലി എടുക്കുമ്പോൾ എടുത്ത് നോക്കാം. സ്പോർട്സ് മോഡിലാണ് കേട്ടോ കിടക്കണേ. സോ കണ്ടില്ലേ, ഇതാണ് നമ്മൾ നോർമലായിട്ട് നമ്മൾ കൈ കൊടുത്ത് കയറി പോകുമ്പോൾ ഉള്ളത്. പിന്നെ സ്പോർട്സ് മോഡിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ലോവർ RPMലൊക്കെ നമുക്ക് ചെറിയൊരു നോക്കിങ് അനുഭവപ്പെടുന്നുണ്ട്. അത് സ്പോർട്സ് മോഡിൻ്റെ ഇതായിരിക്കണം. എനിക്കിനി മോഡ് മാറ്റണമെങ്കിൽ വീണ്ടും വണ്ടി നിർത്തിയിട്ട് എടുക്കണം കേട്ടോ. വണ്ടി നിർത്തിയിട്ട് എടുക്കണമെന്നല്ല, നമ്മൾ ട്രോട്ടൽ ഫുള്ള് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഇത് മോഡ് ചേഞ്ച് ചെയ്ത് നമ്മൾ ഓരോ മോഡിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്കിനി സ്പോർട്സ് മോഡിൻ്റെ ഇതിൽ തന്നെ ആ ഒരു ഫ്ലോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 5th ഗിയർ 54, 55 ആ റേഞ്ചിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പം എനിക്ക് റൈഡിങ്ങിൻ്റെ ഇതിനെ കുറിച്ച് ഇനി പറയാനുള്ളത്, എൻ്റെ വണ്ടി ജിക്സറാണ് കേട്ടോ. ജിക്സർ SF ആണ്. അപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ട് വന്ന് നമ്മൾ ഓട്ടിക്കുമ്പം ആ ഒരു 150cc-ന്ന് 310cc-ലോട്ട് കയറുമ്പോൾ ആയിട്ടുള്ള നല്ല ഡിഫറൻസ് ഇതിൻ്റെ അകത്ത് അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ലോവർ RPMൽ ഒരു 2000, 2500, 3000 റേഞ്ചിലൊന്നും നമുക്ക് അധികം പവർ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യത്തേ ഇല്ല. ഒരു 5000 അല്ലെങ്കിൽ 5500, 6000 കഴിയുമ്പോഴാണ് ഇതിൻ്റെ പവർ എന്താ, RR310-ൻ്റെ പവർ എന്താണെന്ന് TVS കാണിക്കുന്നത്. ഓക്കെ, പിന്നെ റൈഡിങ് പോസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊന്ന് കുറച്ചൊന്ന് ലീനായിട്ടുള്ളൊരു പൊസിഷനാണ് കേട്ടോ. നമ്മൾ അപ്രൈറ്റ് പൊസിഷൻ ഇന്ന് കുറച്ചൊന്ന് ലീനായിട്ടുള്ളൊരു പൊസിഷനാണ്. അധികം നമ്മൾ റിസ്റ്റിൽ നമ്മൾ ബലം കൊടുത്തിരിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല റിസ്റ്റ് വേദന എടുക്കും. അപ്പോൾ നമ്മൾ ടക്കിൻ ചെയ്ത് വണ്ടിയെ പിടിച്ചിരിക്കുക, നമ്മൾ അപ്പർ ബോഡിക്ക് വെയിറ്റ് കുറച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഈ വണ്ടികൾ ഓട്ടിക്കാൻ. അല്ലെങ്കിൽ നല്ല പണി കിട്ടും, നമുക്ക് അധികം ദൂരമൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ വണ്ടി ഞാൻ പറഞ്ഞു സെക്കൻഡ്സാണ് വണ്ടി എടുത്തത്. ഞാൻ ഇതിൻ്റെ പ്രൈസ് ഒന്നും പറയുന്നില്ല കേട്ടോ, അവ എത്രയ്ക്ക് എടുത്തു. അതിപ്പം ഇനി ഓവർ പ്രൈസ്ഡ് ആണ്, അണ്ടർ പ്രൈസ്ഡ് ആണ്, ജഡ്ജ്മെൻറ്റ് അങ്ങനെ വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. വണ്ടി ഇപ്പം ഫുള്ളായിട്ട് ഓടിയിട്ടുള്ളത് 17,578 കിലോമീറ്ററാണ് കേട്ടോ. അവൻ്റെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു 17,200 ആ റേഞ്ച് എന്തോ ആയിരുന്നു അവൻ്റെ. 300 കിലോമീറ്റർ എന്തോ ഓടിയിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ചത്തെ പഴക്കം എന്തൊക്കെ ഉള്ളൂ. ഓക്കെ, പിന്നെ മിറേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്റ്റേബിളായിട്ടുള്ള മിറേഴ്സാണ്. അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മിറേഴ്സാണ്. വൈസറായാലും നല്ല ഇങ്ങനെ ടക്കിങ് ചെയ്തിരിക്കുന്നത് എനിക്ക് എൻ്റെ നെഞ്ചിലൊട്ടും എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. വിൻഡ് ബ്ലാസ്റ്റ് ഒട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇവിടുത്തെ ഈ കോക്പിറ്റ് വ്യൂ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഈ കോക്പിറ്റ് വ്യൂ കാണാൻ. കോക്പിറ്റ് വ്യൂ കൊണ്ട് ഇങ്ങനെ
ആ ഒരു സറൗണ്ടിങ്ങും ഇങ്ങനെ കണ്ടുപോകാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഒരിക്കലും നമുക്ക് മടുക്കുന്നതായിട്ടുള്ളൊരു ലുക്കല്ല ഇത് തരുന്നത്. പിന്നെ ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്രിസ്പായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ ഓരോ ഗിയർ മാറ്റുന്നത് കറക്റ്റ് RPM എന്നുണ്ടെങ്കിൽ ടക്ക് 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 ശബ്ദം കയറി വരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൾസ് ന്യൂട്രൽസും കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിനി വണ്ടി ഒന്ന് കൈ കൊടുത്തൊന്ന് കയറ്റി നോക്കാം. എയറോക്സ് പോകുന്ന നോക്ക്, 150cc സ്കൂട്ടറാണ്, അത് നല്ല പവറാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് യൂട്ടേൺ എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ പവർ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിനി ഒന്ന് കൈ ഒന്ന് കൊടുത്തെടുത്ത് നോക്കാം കേട്ടോ. വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ടു, കണ്ടില്ലേ ഫോൾസ് ന്യൂട്രൽസ്. കണ്ടില്ലേ ഗൈസ്, പവറൊക്കെ ചുമ്മാണ് കയറി പോകുന്നു. 100, 120 പുട്ടാണ്, ഇതിന് പുട്ട്. നമുക്ക് ഈ തിരക്കായിട്ട് അധികം കൈ കൊടുത്ത് ഓട്ടിക്കാൻ പറ്റൂല കേട്ടോ. സോ അതായിരുന്നു ഗൈസ് നമ്മളെ 2021 RR310. കിട്ടില്ല സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സേഫ് റൈറ്റ്സ് റെസ്പോൺസിബിളി ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.